ഒരു കാര്യം നിങ്ങൾക്കറിയോ, ഈ നമ്മുടെ ആരാച്ചാർ എന്ന നോവലിലെ ആരാച്ചാർ എന്ന നോവലിൽ അതിലൊരു വാചകമുണ്ട് കേട്ടോ. ആ നോവല് മൊത്തം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ആ ഒറ്റ വാചകമാണ്. അതായത് ഈ ഒടിയാതിരിക്കാൻ വളയുന്നത് ഒരു തന്ത്രമാണ് എന്നുള്ള ഒരു അർത്ഥം വരുന്ന ഒരു വാചകം അതിലുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചതാണ്. ഒടിയാതിരിക്കാൻ വളയുന്നത്, തൽക്കാലത്തേക്ക് വളയുന്നത് അല്ലേ. നമ്മൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നേരെയാക്കാൻ വലിയ വിഷമമാണ്. പക്ഷെ നമുക്കൊന്ന് വളയ്ക്കാം. ഒന്ന് വളച്ചു കഴിഞ്ഞാൽ, തൽക്കാലത്തേക്കൊന്ന് വളച്ചു പിടിച്ചാൽ നമുക്ക് ആ വടി പിന്നീട് നിവർത്താം. അതല്ലാതെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ കരുതുന്നു BJP സർക്കാർ ഇപ്പം ചെയ്തത് ഒരു വളയ്ക്കൽ മാത്രമാണ്. അവരുടെ സംവിധാനത്തെ അവരൊന്ന് വളച്ചു, അത് പൊട്ടിക്കാൻ അവരനുവദിച്ചില്ല. നേരെ കുറച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലായിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അടുത്ത ദിവസം ഇവർ പാർലമെന്റിലേക്ക് വീണ്ടും മാർച്ച് ചെയ്യുന്നു അല്ലേ. ആദ്യത്തെ മാർച്ചിലെ അക്രമ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അടുത്ത് വരുന്ന മാർച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ 10 ഇരട്ടി അക്രമ സംഭവങ്ങളുമായിട്ടായിരിക്കും ഇവർ വരിക. ഇവരുടെ കൂടെ അണിചേരുന്ന വിഘടനവാദികൾ അത്രമാത്രം അക്രമാസക്തരായിട്ടായിരിക്കും ഇവർ വരിക. തീർച്ചയായും വെടിവെപ്പ് ഉണ്ടാവും, ഒരു സംശയമില്ല. വെടിവെപ്പ് ഉണ്ടാവും, അതിൽ 4-5 വിദ്യാർത്ഥികൾ മരിക്കും. ഇനി അഥവാ അപ്പോഴും സർക്കാർ സംയമനം പാലിച്ചു, വെടിവെപ്പ് ഉണ്ടായില്ലെങ്കിലും അതിന്റെ ഇടയിൽ സർക്കാരാണ് കൊന്നത് എന്നുള്ള രീതിയിൽ 4-5 വിദ്യാർത്ഥികളെ ഇവർ തച്ചു കൊല്ലും, ഉറപ്പാണ്. കാരണം ഇവരുടെ അടുത്ത ലക്ഷ്യതായിരുന്നു. ഇവരുടെ അടുത്ത ലക്ഷ്യം പാർലമെന്റ് മാർച്ച്. ആ പാർലമെന്റ് മാർച്ചിൽ 3-4 രക്തസാക്ഷികളെ ഉണ്ടാക്കുക. അതോടെ പിന്നെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ. കൈവിട്ടു പോകും, ഉറപ്പാണ്. കാരണം 4-5 പേർ ഈ സമരത്തിൽ രക്തസാക്ഷികളായാലും ഇപ്പം കാണുന്ന പോലുള്ള ഈ ഒരു അവസ്ഥയൊന്നും ആയിരിക്കും ഉണ്ടാകുക. ഒരുപാട് പേർ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഇതിൽ ചാടി വീഴും. പിന്നീട് കൂട്ടക്കുഴപ്പമായിരിക്കും. ഇത് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും സംഭവിച്ച പോലെ ഒരു അട്ടിമറിയൊന്നും സംഭവിക്കില്ലെങ്കിലും, കാരണം ഇവിടെ സുശക്തമായ RSS എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. മാത്രമല്ല നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഇത് യുവാക്കളുടെ സമരമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ യുവാക്കളിൽ എത്ര ശതമാനം യുവാക്കൾ ഈ സമരത്തിൽ അവരുടെ അവരുടെ ഒരു ഹൃദയം ചേർത്ത് വെച്ചിട്ടുണ്ട്? വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. അതല്ലാതെ വലിയൊരു യുവജനങ്ങളുടെ ഒരു ഐക്യവും അവരുടെ ഒരു ഇഴയെടുപ്പവും അല്ലെങ്കിൽ അവരുടെ ആഭിമുഖ്യവും ഒക്കെ നരേന്ദ്രമോദിയോട് തന്നെയാണ്. അതല്ലാതെ ഈ ഒരു സമരത്തോടൊപ്പമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ സ്ഥിതിഗതികൾ ആകെ മാറുമായിരുന്നു. അപ്പോൾ വളരെ തന്ത്രപരമായി ഒരു സ്റ്റെപ്പ് പിന്നോട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാം. അത്രയേ ഉള്ളൂ. അതല്ലാതെ ഇപ്പം CJP-ക്കാർ ആഘോഷിച്ചോട്ടെ. CJP-ക്കാർ ഇതിന്റെ ഇടയിൽ ഇപ്പം പറയുന്നത് ഞങ്ങളുടെ ഒരു വിക്കറ്റ് വീണിട്ടൊന്നും ഞങ്ങൾ തൃപ്തി അടയില്ല. കാരണം നമുക്കറിയാം ഇവരുടെ ലക്ഷ്യം ഒരു വിക്കറ്റ് മാത്രമല്ല, ഇവരുടെ ലക്ഷ്യം ഏറ്റവും വലിയ വിക്കറ്റാണ്. നരേന്ദ്രമോദിയെ വീഴ്ത്തുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട. പക്ഷെ മക്കളെ, ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ്. നിങ്ങൾ അടുത്ത 2029 നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് വീഴ്ത്താം, അതിലൊരു പ്രശ്നമില്ല. നരേന്ദ്രമോദി കലാകാലത്തോളം, കൽപ്പാന്തകാലത്തോളം ഇന്ത്യയിൽ നരേന്ദ്രമോദി ഭരിച്ചോളണമെന്നൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടിയെ ആയിട്ട് രൂപീകരിക്കുക. നിങ്ങൾ 2029 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ മത്സരിച്ച് അധികാരം പിടിക്കുക. എന്നിട്ട് നരേന്ദ്രമോദിയെ താഴെ ഇറക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും അഭിജിത് ദീപ്കയോ അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ നിരാഹാരം കിടന്ന നേതാവുണ്ടല്ലോ സോനം വാഞ്ചുക്കോ ആരെങ്കിലുമൊക്കെ പ്രധാനമന്ത്രി ആവട്ടെ. അങ്ങനെയല്ലേ ഒരു ചേഞ്ച് ഉണ്ടാവട്ടെ. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇമ്മാതിരി തോന്നിയാസം കളിച്ചിട്ടല്ലല്ലോ ഭരണം പിടിക്കല്. അതല്ലല്ലോ രീതി അല്ലേ. നമുക്ക് ഒരു വലിയൊരു ജനാധിപത്യ പൈതൃകമുള്ളതല്ലേ. അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2029 കോക്രോച്ച് ജനതാ പാർട്ടി നയിക്കട്ടെ, എന്നിട്ട് അവരുടെ പിന്നാലെ വരട്ടെ. ഇപ്പൊ ഈ സമരത്തിൽ നമ്മൾ കണ്ട പോലെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കഞ്ഞി വെച്ച് കൊടുത്തുകൊണ്ട് CPM-കാരും ഈ കോൺഗ്രസ്സുകാരൊക്കെ പിന്നാലെ വരട്ടെ. അതാണല്ലോ ഇപ്പൊ സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ രംഗം പിടിച്ചെടുത്തത് CJP-ക്കാരാണ്. കോൺഗ്രസും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാഴ്ചക്കാരായി നിൽക്കുകയും അവസാനം ഇവരൊന്ന് ഞങ്ങളും ഇതിന്റെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലൊന്ന് ചേർന്ന് നിൽക്കുകയും മാത്രമാണ് ചെയ്തത്. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അഭിജിത് ദീപ്കെ ഇനിയിപ്പോ ഞങ്ങൾ അടുത്ത ഒരു പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ഒരു എറിഞ്ഞിട്ട് ഒരു മാങ്ങ വീണ്ടും എറിഞ്ഞു കഴിഞ്ഞാലേ വീണോളൊന്നുമില്ല. ആ കല്ലുകൊണ്ട് പരിക്കുപറ്റിയിരിക്കും ചെയ്യുക. അതുകൊണ്ട് ഇവര് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവരെത്രയും പെട്ടെന്ന് ഈ ഒരു ഇത്തരത്തിൽപ്പെട്ട ആര് എവിടെ നിന്ന് എന്ത് എങ്ങനെ ഒന്നും അറിയാത്ത രീതിയിലുള്ള ഒരു കൂട്ടായ്മക്ക് പകരം നിങ്ങൾ വളരെ ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയായി മാറുക. നിങ്ങൾ എന്നിട്ട് അധികാരം പിടിക്കുന്നത്, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് നിങ്ങൾ നരേന്ദ്രമോദിയെ താഴെ ഇറക്കിയിട്ട് നിങ്ങൾ രാജ്യം ഭരിക്കുക. എന്നിട്ട് രാജ്യം ഭരിച്ച് കാണിച്ചു കൊടുക്കും. നിങ്ങൾ BJP-ക്കും RSS-നും CPM-നും കോൺഗ്രസിനും ഒക്കെ ഭരിച്ച് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ഭരിക്കേണ്ടതെന്ന് പറ കേട്ടോ. അതല്ലേ ചെയ്യേണ്ടത് അല്ലേ.
അപ്പോൾ ഏതായാലും എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടാകും, കാരണം ഓരോരുത്തർക്കും അവരുടെ ബോധ്യങ്ങളുണ്ട്. അപ്പം ഞാൻ കരുതുന്നത് ഇത് മാത്രമാണ്, ഈ സംഭവം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് വെച്ചാൽ കൃത്യമായി അത് BJPയുടെ ഒരു വിജയമാണ്, BJPയുടെ തന്ത്രപരമായ വിജയമാണ്. ഒരു വലിയ ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, വലിയൊരു കലാപം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് BJP എടുത്ത ഒരു വളയൽ മാത്രമാണ്. അതായത് പൊട്ടാതിരിക്കാൻ എടുത്ത ഒരു വളയൽ. ഇനി അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും നോക്കാം. കാരണം ഇത് 1-2 ദിവസം കൊണ്ട് ഇതൊന്നും തീരില്ലല്ലോ. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായല്ലോ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വർഷമായി നമ്മൾ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നടക്കട്ടെ. ഇതിപ്പോ നാളെ മറ്റന്നാളൊന്നും ഇത് ശാന്തമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. വീണ്ടും ഇത്തരത്തിലുള്ള എന്താ പറയാ പ്രതിരോധങ്ങളും കാര്യങ്ങളൊക്കെ വരട്ടെ. അതിനൊക്കെ നേരിടാൻ സർക്കാരിന് പറ്റും. ആ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുക എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ പാറ്റകൾ വിജയം ആഘോഷിക്കുകയാണ്. പാറ്റകൾ വിജയം ആഘോഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർ ഏതാണ്ട് 1.5 മാസത്തോളം അവർ നടത്തിയ സമരം, ആ സമരത്തിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് അല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അക്കാര്യം ഞാൻ നേരത്തെ 1-2 വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു. അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് പാറ്റകൾ വിജയം ആഘോഷിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ CPM, SFI, പിന്നെ രാഹുൽ ഗാന്ധി, കോൺഗ്രസ്, ഇവരെല്ലാവരും ആഹ്ലാദിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്, അതിന് കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം യഥാർത്ഥത്തിൽ പലരും കരുതിയിരുന്നത് അല്ലെങ്കിൽ പലരും പറഞ്ഞത് ഈ കോക്രോച്ച് പാർട്ടി എന്നുള്ളത് BJPക്ക് ഒരു ഭീഷണിയാണ് എന്നുള്ളതായിരുന്നു. ഒരു പൊതുവെയുള്ളൊരു നിരീക്ഷണം അതായിരുന്നു. അതായത് ഇങ്ങനെ ഒരു യുവാക്കളുടെ ഒരു കൂട്ടം ചേരൽ അത് BJP സർക്കാരിനുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും. പ്രത്യേകിച്ചും ഈ നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ കണ്ട പോലുള്ള ഒരു ജൻസി പ്രക്ഷോഭം, ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലൊക്കെ കണ്ട പോലെ ഒരു ഭരണം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് BJP സർക്കാരിന് ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിക്കുമെന്നൊക്കെയായിരുന്നു പൊതുവെയുള്ള നിരീക്ഷണം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് BJP സർക്കാരിനായിരുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഭീഷണി ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനായിരുന്നു. കാരണം പ്രതിപക്ഷം നിർവഹിക്കേണ്ട റോള് അവർ നിർവഹിച്ചില്ല. ആ ഒരു ഗ്യാപ്പിലാണ് അല്ലെങ്കിൽ ആ ഒരു സ്പേസിലേക്കാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഈ സമരവുമായി ഇറങ്ങിയത്. അവസാനമാണ് ഈ CPMനും അതായത് ഇടത് കക്ഷികൾക്കും കോൺഗ്രസിനൊക്കെ മനസ്സിലായത് ഇങ്ങനെ പോയാൽ തങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുന്നു മനസ്സിലായപ്പോഴാണ് ഇവർ ഇടക്ക് കയറിയിട്ട് ഈ സമരം ഹൈജാക്ക് ചെയ്തത്. എങ്കിലും ഈ കേന്ദ്ര സ്ഥാനത്ത് CJPക്കാർ തന്നെയായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഞാൻ ഇവർക്ക് എതിരെ ഞാൻ ചെയ്ത 2-3 വീഡിയോയിലെ എൻ്റെ പ്രധാന വിമർശനം ഇതായിരുന്നു. കാരണം ഇതിൻ്റെ പിന്നിൽ, അതായത് നീറ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ഇവരുടെ സമരം. ഒരുപക്ഷെ CJP അങ്ങനെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. പക്ഷേ അതിൻ്റെ ഇടയിലേക്ക് കടന്നുകൂടിയ ഒരുപാട് പേർ, അവിടെ ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങൾ, ഉമർ ഖാലിദിനെ വിട്ടയക്കുക, കാശ്മീരിൽ 370 പുനഃസ്ഥാപിക്കുക, FCRA ആക്ട് ഭേദഗതി പിൻവലിക്കുക, ഇങ്ങനെ ഈ സമരവുമായി ബന്ധപ്പെടാത്ത മറ്റ് ഒരുപാട് വിഷയങ്ങളായിരുന്നു ഇവർ ഇതിൽ ഉയർത്തിപ്പിടിച്ചത്. അതിൻ്റെ ഇടയിൽ തന്നെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 BJP അംഗങ്ങൾ വന്നു എന്നുള്ളത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഇതൊരിക്കലും ഇനി എന്താ പറയുക അനുവദിക്കരുത്. അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു മെന്റാലിറ്റിയുമായി എത്തിച്ചേർന്ന കുറേ യുവാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവർ അക്കാര്യം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തു. പിന്നെ ചില മതം തലക്ക് പിടിച്ച കുറേ ആളുകൾ, അതായത് ഈ പാറ്റകൾ ലോകാവസാനത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഖുർആനിലെയും ആയത്തിലെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചിലരെ കണ്ടു. പിന്നെ പ്രധാനമന്ത്രി വെടിവെച്ചു കൊല്ലണം തുടങ്ങിയ അതിഭീകരമായ ചില എന്താ പറയുക പ്രഖ്യാപനങ്ങളോടെ മറ്റു ചിലർ ഇങ്ങനെയൊക്കെയായിരുന്നു. മാത്രമല്ല ഈ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വേടനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. കാരണം ഒരു 3 സ്ത്രീ പീഡന കേസുകൾ, മുൻകൂർ ജാമ്യമല്ല, അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയ ഒരു സ്ത്രീ പീഡകൻ, ഒരു പ്രഖ്യാപിത സ്ത്രീ പീഡകനാണ് വേടൻ എന്ന് പറയുന്നത്. സ്ത്രീ പീഡകൻ മാത്രമല്ല, കഞ്ചാവ് കേസിലെ പ്രതി, ഈ വനം വകുപ്പ് എടുത്ത മറ്റൊരു പുലിനകം ഉപയോഗിച്ച ആ കേസിൽ, അങ്ങനെ ഒരു സാമൂഹ്യ വിരുദ്ധർ എന്ന് മുദ്ര കുത്തുന്ന ആളുകളൊക്കെ ഇതിൻ്റെ കൂടെ കൂടുകയും അങ്ങനെയാണ് സാധാരണ. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ല. നമ്മുടെ ഇതിപ്പോൾ രാഷ്ട്രീയത്തിലായാലും അല്ലാതായാലും ഇങ്ങനെ ഒരു
ഒരു കൂട്ടം കൂടുമ്പോൾ, പ്രത്യേകിച്ചും ഇതിനൊരു നാഥനില്ലാത്തൊരവസ്ഥ, ഒരു പ്രഖ്യാപിത രാഷ്ട്രീയ പാർട്ടി അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് എന്നൊന്നും അറിയാത്ത അവസ്ഥയിൽ ഒരുപാട് പേർ ഇതിൽ എന്താ പറയുക, ഇതിൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞാൽ നുഴഞ്ഞു കയറി എന്ന് തന്നെ പറയണം. ഈ നുഴഞ്ഞു കയറ്റക്കാരാണ് യഥാർത്ഥത്തിൽ ഈ CJP നടത്തിയ പാർലമെന്റ് മാർച്ച് ഉണ്ടല്ലോ, ഈ പാർലമെന്റ് മാർച്ചിൽ കൂട്ടക്കുഴപ്പമുണ്ടാക്കിയത് മുഴുവനും ഈ പറയുന്ന നുഴഞ്ഞു കയറ്റക്കാരായിരുന്നു. കാരണം അവരുടെ ഉദ്ദേശം വേറെയായിരുന്നു. അവരുടെ ഉദ്ദേശം വളരെ കൃത്യമായി സർക്കാരിന് അറിയാമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് സർക്കാർ സംയമനം പാലിച്ചത്. അതല്ലാതെ നിരോധിത മേഖലയിൽ കടന്നു കയറി ഇമാര് തോന്നിയാസം ചെയ്താൽ അവിടെ വെടിവെപ്പ് ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ വെടിവെക്കാതെ ഏറെ സംയമനം പാലിച്ചു. കാരണം സമരക്കാർ ആഗ്രഹിച്ചത് ഒരുപക്ഷെ CJP ആയിരിക്കില്ല, CJPയുടെ ഒപ്പം ഈ കയറി കൂടിയ രാജ്യവിരുദ്ധ ശക്തികൾ, വിഘടനവാദികൾ, ഇവരുടെ ഒക്കെ ആഗ്രഹം എങ്ങനെയെങ്കിലും 2-3 പേരെങ്കിലും മരിക്കണം. നമുക്കറിയാലോ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിനി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ വാർത്ത പ്രകടിപ്പിക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് ബഹളങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ ആഗ്രഹം അതായിരുന്നു. കാരണം ബംഗ്ലാദേശിലൊക്കെ നമ്മൾ കണ്ടത് അതാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ പോലീസ് വെടിവെപ്പ് ഉണ്ടാകുക, ഒരു 3-4 ഈ പ്രക്ഷോഭകാരികൾ മരിക്കുക എന്ന് പറഞ്ഞാൽ വികാരം അണപൊട്ടി ഒഴുകും. അപ്പോൾ ഇപ്പം കണ്ട പോലെ ഒന്നും ആയിരിക്കില്ല, എല്ലാവരും ഇരച്ചെത്തും. കാരണം ആ രീതിയിലുള്ള ഒരു വൻ പ്രക്ഷോഭത്തിലേക്ക് ഇത് വഴിമാറും. ഇപ്പൊ യഥാർത്ഥത്തിൽ CJP-ക്കാരും അതല്ലെങ്കിൽ ഇപ്പോൾ CPM-കാരോ കോൺഗ്രസ്സുകാരോ ഒക്കെ പറയട്ടെ, ഈ BJP സർക്കാരിന് ആകെ വലിയ തിരിച്ചടി, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, ഇവര് വിജയാഹ്ലാദിക്കുകയാണ്. പക്ഷേ ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു ബോധ്യം എന്ന് പറഞ്ഞാൽ, ഇത് യഥാർത്ഥത്തിൽ BJP സർക്കാരിൻ്റെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു വൻ വിജയമാണ്, തന്ത്രപരമായ വിജയം എന്നാണ് ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വന്നില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇവർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, CJP-ക്കാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ്, അതല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും വേണ്ട. പ്രധാനമന്ത്രി 2 പ്രാവശ്യം വീഡിയോ സന്ദേശത്തിലേക്ക് വന്നു. അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഇതൊന്നും വേണ്ട, ഇതൊന്നും അല്ല ഞങ്ങളുടെ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയാണ്. കാരണം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പിന്നാമ്പുറം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ശരി, ഒരിക്കലും മാപ്പർഹിക്കാത്തൊരു കുറ്റം, അല്ലെങ്കിൽ ഇത്രയും ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതിയ 22 ലക്ഷത്തിലേറെ കുട്ടികൾ എഴുതിയ ഒരു പ്രവേശന പരീക്ഷ അട്ടിമറിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ചോദ്യക്കടലാസ് ലീക്കാവുന്നു എന്നുള്ളത് ഗുരുതരമായ ഒരു സർക്കാരിൻ്റെ ശ്രദ്ധ പാളിയതിലുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ ഉടനെ എന്താ ചെയ്തത്? ഈ പരീക്ഷ റദ്ദ് ചെയ്യുന്നു, പകരം പരീക്ഷ നടത്തുന്നു. ആ പരീക്ഷ വളരെ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നു. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു, അതിൻ്റെ അഡ്മിഷൻ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇനി ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു. ഈ പരീക്ഷാ സിസ്റ്റം തന്നെ മാറ്റുന്നു. അതിനോടൊപ്പം തന്നെ ആരൊക്കെയാണ് കുറ്റവാളികൾ? മറ്റൊരു കാര്യം ആലോചിക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ നേരിട്ട് പോയി കണ്ട് ചോദ്യക്കടലാസ് ലീക്ക് ചെയ്തതല്ല. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഇതാകെ ചോദ്യക്കടലാസ് ചോർച്ചയ്ക്കുള്ള പ്രധാന ഉത്തരവാദി ഈ ധർമ്മേന്ദ്ര പ്രധാൻ ആണ് എന്നായിരിക്കും ഈ പൊതുവെ ഒരു ധാരണ ഉണ്ടാകുക. ധർമ്മേന്ദ്ര പ്രധാൻ ഈ വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്, ശരി തന്നെ, ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇതിന് പങ്കാളികളായ, അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്തു എന്ന് പോലീസ് കരുതുന്ന 13 പേരെ CBI, ഈ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ സംവിധാനമായ CBI എന്ത് ചെയ്യുന്നു? 13 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അവർക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, അതിവേഗ കോടതികൾ സ്ഥാപിക്കപ്പെടുന്നു. നിയമം ഇത് സംബന്ധിച്ച ഇത്തരം പരീക്ഷാ ചോദ്യക്കടലാസുകൾ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുറ്റവാളികൾക്ക് നൽകാവുന്ന ശിക്ഷ പരമാവധി ശിക്ഷ നൽകിക്കൊണ്ടുള്ള നിയമം പാസ്സാവുന്നു. ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ഇപ്പം BJP സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിലേറെയായി ഭാരതം ഭരിക്കുന്നു. അതിനു മുമ്പ് ഭരിച്ചിരുന്നവരൊന്നും ഇത്തരത്തിൽ കർക്കശമായ ഒരു നടപടി ആരും എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ നടപടിയൊക്കെ എടുക്കും എന്താ പറയുക, പ്രശ്നം സോൾവ് ചെയ്തു. യഥാർത്ഥത്തിൽ അതാണ്, പ്രശ്നം സോൾവ് ആയി. പക്ഷേ ഇപ്പോഴും ഈ സമരം തുടരുന്നത് കൃത്യമായ അവരുടെ അജണ്ടയാണ്, കൃത്യമായ അവരുടെ ഒരു പ്രത്യേക അജണ്ട. ഇത് BJPക്ക് മനസ്സിലാവാത്തൊന്നുമില്ല. BJPക്കോ അല്ലെങ്കിൽ BJPയുടെ അല്ലെങ്കിൽ RSSനോ നരേന്ദ്രമോദിക്കോ ഒന്നും മനസ്സിലാവാത്ത കാര്യമല്ല.